ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വീണ്ടും മുടി കളർ ചെയ്യാൻ പോവാണ്. പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഗാർണിയറും പാരഡൈസും കൂടെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ളത് പാരഡൈസും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെയ്തേക്കുന്ന ഈ കളർ കാണുന്നത് ഗാർണിയറിൻ്റെ ആണ്. പക്ഷെ രണ്ടും കൂടെ മിക്സ് ചെയ്തല്ല ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അത് വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഈ ഒരു വെൽവെറ്റ് ബർഗണ്ടി ഷെയ്ഡ് കൊടുക്കാനാണ്. കാരണം ഇത് നോർമൽ ഹെയറിൽ കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വെയിലത്ത് നിന്നാലുള്ള ഒരു ഷെയ്ഡ് അല്ലാതെ കളർ എടുത്ത് കാണിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തി നോക്കാം വിചാരിക്കുന്നത്. അപ്പം ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് മുന്നേ ഫേസിലൊക്കെ വാസലിൻ തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കളർ ഫേസിലോട്ട് വരും. ഫസ്റ്റ് നമുക്ക് ഗാർണിയറിന്റെ കളർ മിക്സ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ഗാർണിയറിന്റെ കളർ ഓർഡർ ചെയ്തപ്പം ഇതുപോലത്തെ ബോക്സിനകത്ത് എനിക്ക് കിട്ടിയത്. പക്ഷെ ഇപ്പോഴത്തേനകത്ത് ഈ ഒരു ബോട്ടിലും പിന്നെ ഒരു ആപ്ലിക്കേറ്ററും ഇല്ല. ഈ 250 ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് ഈ ഒരു കളറൻറ്റും ഡെവലപ്പറും ഇനി ഇത് 2 കണ്ടീഷണറും. നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഞാൻ പോയി തല ഷാമ്പു ഇട്ട് കഴുകി, കാരണം കുറച്ച് എണ്ണ തലയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എണ്ണ ഉണ്ടെങ്കിൽ കളറ് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പം അത് ഞാൻ പറയാൻ ഫസ്റ്റിലെ വിട്ടുപോയി. അപ്പം നിങ്ങൾ ആരെങ്കിലും കളർ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടേ ചെയ്യാൻ തുടങ്ങാവുള്ളൂ. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് ഒരു ബ്രഷ്, ഇതുപോലെ തന്നെ ഒരു ഗ്ലോസി കളർ ക്രീം എന്ന് പറഞ്ഞിട്ട് ഇതൊരു പർപ്പിൾ കളർ ക്രീമാണ്. പിന്നെ ഡെവലപ്പർ, പിന്നെ ഇതിന്റെ കണ്ടീഷണർ, പിന്നെ ആന്റി ഫെയ്ഡ് പർപ്പിൾ കണ്ടീഷണർ, പിന്നെ ഒരു സാധനത്തിന് എന്തോ പറയുന്നത്, ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ലെറ്ററും യൂസർ മാനുവൽ ആയിരിക്കും. പിന്നെ ഒരു ഗ്ലൗസ് കൂടെ വരുന്നുണ്ട്. മറ്റേതിനകത്തും ഗ്ലൗസ് ഉണ്ട്. ഞങ്ങൾ രണ്ടും ഗ്ലൗസ് ഇടുന്നുണ്ട്, കാരണം ഇപ്പോഴേ ഒരു ചൊറിച്ചിലുണ്ട് കൈ വേവിയായിട്ട്. പക്ഷെ നമുക്ക് കുറച്ച് ബാലൻസിങ് ചെയ്യാം. ഫേസിനോട് അതിനകത്ത് കുറച്ച് കളർ ഉണ്ടല്ലോ. ഈ ഒരു രീതിയിലാണ് ഇപ്പൊ കളർ ചെയ്തേക്കുന്നത്. അറ്റത്ത് കുറച്ച് കൂടുതലും ഓരോ മുടി സ്റ്റാൻഡ്സ് എടുത്തിട്ടും ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ വരുമെന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം. ഇത് എത്ര മിനിറ്റ് വെക്കണം? 45 മിനിറ്റ് അല്ലെങ്കിൽ 30 to 45 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. വെച്ചിട്ട് കാണാം. ഫസ്റ്റ് അറ്റംപ്റ്റ് നല്ല രീതിയിൽ ഫെയിലായിട്ടുണ്ട്. ചെറുതായിട്ട് പോലും ചെറിയ കളറുണ്ട്, ചെറിയൊരു ഷെയ്ഡ് പോലുണ്ട്, പക്ഷെ അല്ലാതെ കളർ വന്നില്ല. എനിക്കൊന്ന് വാങ്ങിച്ച കളർ മാറിപ്പോയെന്ന് തോന്നുന്നു. ലേറ്റർ ആയിരുന്നെന്ന് തോന്നുന്നു വാങ്ങിക്കണ്ട. ഞങ്ങൾ വാങ്ങിച്ചത് ക്രീം ആണെന്ന് തോന്നുന്നു. നമുക്ക് പാരഡൈസിന്റെ നോക്കാം. എന്താണ്
എന്താ ആലോചിച്ചോ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അന്ന് കഴിഞ്ഞ പ്രതീക്ഷയില്ല അതുപോലെ ആക്ടിങ്. അപ്പൊ ഇത് നീ തിരിഞ്ഞേ ഗൈസ്, ഇപ്പൊ ഇതൊരു 45 മിനിറ്റ്സിനെക്കാട്ടി കൂടുതലായി വെച്ചിട്ട്. പക്ഷെ നേരത്തെ കളർ വരാഞ്ഞോണ്ട് ഞങ്ങളിത് കുറച്ചധികം സമയം വെച്ച്. പിന്നെ നിങ്ങൾ ആരെങ്കിലും കളർ ചെയ്യാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പം ചെയ്യാൻ ഇഷ്ടമുള്ളവര്, അല്ല, കളർ ചെയ്യാനായിട്ട് പോകുന്നവര് രാവിലെയൊക്കെ ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ തന്നെ ഞങ്ങളൊരു 4 മണി 5 മണിയായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ 8 മണി ആവാൻ പോകുന്നു. അപ്പം രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ചെയ്ത് കഴിയുമായിരിക്കും. ഇത് പിന്നെ 2 സെക്ഷൻ ഞങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. പിന്നെ ആയി കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അപ്പം ഇതിന്റെ റിസൾട്ടുമായിട്ട് ഞാൻ കഴുകി കഴിഞ്ഞു വരാം. പാരഡൈസിന്റെ ഈ ഒരു 2 കണ്ടീഷണറാണ് വരുന്നത്. ഇതൊരു ആന്റി ഫെയ്ഡ് പർപ്പിൾ കണ്ടീഷണർ. ഇത് 2 വീക്സ് കഴിഞ്ഞ് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് നോർമൽ ഇപ്പൊ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ട കണ്ടീഷണർ. ഇത് പിന്നെ ഗാർണിയറിന്റെ 2 കണ്ടീഷണർ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഗാർണിയറിന്റെ തന്നെ വേറെ ഒരു കളർ, ഞാനിപ്പോ ഇതിനകത്ത് ഒരു ക്ലിപ്പ് കൊടുക്കാം. ആ കളർ വാങ്ങിച്ചിട്ട്, ആ കളറ് അവളുടെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ബാക്കി വന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നതിനകത്തോട് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും കളർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പാരഡൈസിന്റെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കളർ കിട്ടത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വെയിലത്ത് നിൽക്കുമ്പോൾ കാണുമ്പോൾ ഉള്ളൊരു ടിൻറ്റ് മതിയെങ്കിൽ അത് ഓക്കെ. പക്ഷെ അല്ലാതെ ഒരിക്കലും പാരഡൈസിന്റെ വെച്ചിട്ട് നിങ്ങൾക്ക് കളർ കിട്ടത്തില്ല. നോർമൽ ലൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കളർ കിട്ടത്തില്ല. അത്ര ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ എറിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ഇത്രയും പോലും കളർ വേണ്ടെന്നുള്ളവരാണെങ്കിൽ പാരഡൈസിന്റെ വെച്ച് ചെയ്യാൻ പറ്റും. വെയിലത്ത് നിൽക്കുമ്പോൾ അത് നല്ല ഗ്ലേസിങ്ങോടെ ഇങ്ങനെ കാണാൻ പറ്റും. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം പിന്നെ അതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പക്ഷെ ഗാർണിയർ ആണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. കാരണം പാരഡൈസ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഹെയർ ഗാർണിയറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗാർണിയർ കുറച്ച് അത്രയും ഡ്രൈയും ഫ്രിസിയും ഒന്നും ആക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇത്രയും കളർ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഗാർണിയറിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന വാങ്ങിച്ച്, ഹൈലൈറ്റ്സ് അപ്പോൾ ഒരു ബ്രൗൺ കളർ കിട്ടും. എൻ്റെ വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് കണ്ട പോലെ. അതിനുശേഷം ഈ കളർ വാങ്ങിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളർ കിട്ടും. ഇത് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിനെക്കാട്ടി നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്തിട്ട് കളർ ചെയ്യുക. അല്ലാതെ വേറെ വഴിയില്ല കളർ കിട്ടാൻ. അല്ലെങ്കിൽ സലൂണിൽ പോയി ചെയ്യുക. വീട്ടിൽ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് കളർ കിട്ടാനുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഗാർണിയർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിന്റെ അവസ്ഥ. അത്യാവശ്യം നല്ല കളറുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം ഞങ്ങൾ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. കാരണം ആദ്യം ചെയ്തതും എല്ലാം ഫെയിലായിപ്പോയി. അപ്പൊ ഇത് കണ്ടപ്പോൾ ഹാപ്പിയായി. ഞാൻ ബാക്കി എൻ്റെ കൂടെ ചെയ്ത 2 പേരുടെയും കൂടെ വീഡിയോയും കൂടെ വെക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ. പാരഡൈസും ഗാർണിയറും വെച്ച് മാത്രം ചെയ്തിട്ടുള്ള കളർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒട്ടും കളറില്ല, ജസ്റ്റ് വെയിലത്ത് വരുന്ന ഒരു ടിൻറ്റ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ സെക്കൻഡ് ഡേ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പോൾ ഇന്നലെയാണ് ഞാൻ ഈ ഗാർണിയറിന്റെ ഈ കളർ വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഗാർണിയറിന്റെ ഫസ്റ്റിലത്തെ ആ ബ്രൗൺ യൂസ് ചെയ്യണമെന്നില്ല. അത് യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ കളർ കിട്ടും. പിന്നെ പാരഡൈസും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓൾറെഡി ഒരു ബ്രൗൺ ഷെയ്ഡ് ഉള്ള ഹെയർ ആണെങ്കിൽ പാരഡൈസിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് കളർ പിടിക്കും. അതുപോലെ തന്നെ ബ്രൗൺ ഷെയ്ഡ് ഉള്ളതോ അല്ലെങ്കിൽ ബ്ലീച്ച്ഡ് ഹെയർ ഉള്ളവരോ ആണെങ്കിൽ ആ ടിൻറ്റ് പിടിക്കും. പക്ഷെ നോർമൽ ബ്ലാക്ക് ഹെയറിൽ പിടിക്കത്തില്ല. അപ്പം നിങ്ങൾ വെറുതെ പാരഡൈസ് വാങ്ങിച്ച് പൈസ കളയണ്ട. ഗാർണിയറിൻ്റെ ഇതിനെന്തോ 230 250 അറൗണ്ട് ആ ഒരു റേഞ്ചിലാണ് ഈ ഹെയർ കളർ വരുന്നത്. അപ്പം അത് വാങ്ങിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നത് വിത്തൗട്ട് ബ്ലീച്ച് ആണ്. ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും ഹൈലൈറ്റ് ചെയ്യുന്നത് കളർ കിട്ടും. പക്ഷേ
അത് മുടിക്ക് ഇതും ഡാമേജ് ആണ്, അത് മുടിക്ക് എക്സ്ട്രാ ഡാമേജ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ആണ് ഗായ്സ് കളർ ചെയ്ത് 2ാമത്തെ ദിവസത്തെ തന്നെ മുടിയുടെ അവസ്ഥ. ഇന്നലെ ഗാർണിയറിന്റെ അത്ര അങ്ങോട്ട് ഡ്രൈ ആക്കത്തില്ല. എനിക്ക് പാരഡൈസിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ കളറും കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പാരഡൈസിനെക്കാട്ടിലും ഒരുപാട് ബെറ്റർ ആണ്. പാരഡൈസിൻ്റെത് ആ ഒരു ടിന്റ് മാത്രമേ ഹെയറിൽ കാണത്തുള്ളൂ. വെയിലടിക്കുമ്പോൾ ഒക്കെ ഉള്ളൊരു ടിന്റ് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ഇതിന്റെ റിവ്യൂ സെപ്പറേറ്റ് വേറൊരു വീഡിയോയിൽ ഇടാം. റിവ്യൂ എന്ന് പറയുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എന്റെ മുടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ഡാമേജ് ആക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇടാം. അപ്പം ആ വീഡിയോ വേണം എന്നുള്ളവര് കമന്റ് ചെയ്തേക്ക്. ഇത് ഞങ്ങൾ 3 പേരും ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. 3 പേർക്കും അത്യാവശ്യം നല്ല കളർ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും മറ്റേ ബ്രൗൺ വാങ്ങിക്കണമെന്നില്ല, ഗാർണിയറിന്റെ തന്നെ ഈ കളർ വാങ്ങിച്ച് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല കളർ കിട്ടും നിങ്ങൾക്ക്. ഇവളുടെ ഹെയറിൽ ഒട്ടും ബ്രൗൺ കൊടുക്കാതാണ് ഞങ്ങൾ ഈ കളർ കൊടുത്തേക്കുന്നത്. എന്നിട്ടും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എൻ്റെ ഹെയർ ആണ്. എൻ്റെ ഹെയറിൽ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, കാരണം എൻ്റെ ഹെയറിൽ ബ്രൗൺ കളർ ഉണ്ടായിരുന്നു. ബൈ ഗൈസ്.